ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് കുട്ടികളൊക്കെ കടയിൽ പോയിട്ട് വാങ്ങിക്കൊണ്ടിരുന്ന കുറുകുറ വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് കാണാം. ആദ്യം നമുക്ക് കുറുകുറ ഉണ്ടാക്കേണ്ട മാവൊക്കെ നമുക്കൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. അതിനു വേണ്ടി നമുക്കൊരു പാത്രത്തിൽ 250 ml 2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് കേട്ടോ. നമുക്കിനി ഇതിൽ 1/2 കപ്പ് റവ ഇട്ട് കൊടുക്കാം. നല്ല കറുമുറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റവ ഇട്ട് കൊടുത്തത് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ 4 ടേബിൾ സ്പൂണ് ആട്ടപ്പൊടിയാണ് ഇടുന്നത്, എന്നാൽ ഗോതമ്പ് പൊടി. ഇനി അതിൽ 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. നമുക്കിതിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമുക്കിനി ഇതിൽ 3 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഇതെല്ലാതും പാടെ ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. നമുക്കിനി ഇതിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കാം. നന്നായിട്ട് മിക്സാക്കി കലക്കി ദോശ പരുവത്തിലാക്കിയെടുക്കാം. അങ്ങനെ മാവ് നന്നായിട്ട് നമ്മൾ കലക്കിയെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഇതിന് വേണ്ടിയിട്ട് 3.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. നിങ്ങൾ മാവ് കലങ്ങണതിനനുസരിച്ച് വെള്ളം ഒഴിച്ചെടുക്കേണ്ടതാണ്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. നമ്മൾ കലക്കി വെച്ചത് ഈ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് കത്തിച്ച് ഇളക്കി വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ പത്തിരിക്കൊക്കെ മാവ് കുഴക്കില്ലേ, അതേപോലെ ആയിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് ഇതായി വരട്ട്, കട്ടിയായി വരട്ട്. അങ്ങനെ ഇത് കണ്ടില്ലേ, നമ്മുടെ മാവ് ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഇറക്കി വെക്കാം. ഇതിനി ഒന്ന് ചൂടാറട്ട്. ഒരു 5 മിനിറ്റ് ഇതേപോലെ ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. അപ്പോൾ ഒന്ന് ചൂടാറി കിട്ടും. അങ്ങനെ നമ്മുടെ മാവ് ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്നത് കുഴച്ചെടുക്കണം നന്നായിട്ട്. നമുക്കിനി ഇതിൽ ഒരു 2-3 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുക്കാം. വെള്ളം കൂടുതലാണ് നമ്മൾ കുഴയ്ക്കുമ്പോഴാണെങ്കിൽ കുറേശ്ശെ കോൺഫ്ലവർ പൊടി അധികം ഇട്ടിട്ട് കുഴച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുമല്ലോ, അതേപോലെ വേണം കുഴയ്ക്കാൻ. ഇത് നമുക്ക് കുഴയ്ക്കാം. കോൺഫ്ലവർ ഇടുമ്പോൾ മാവിൽ നനവ് കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വേണം കോൺഫ്ലവർ പൊടി ഇട്ട് കുഴയ്ക്കാൻ. മാവ് കുഴച്ച് കഴിഞ്ഞ് ഇത് കണ്ടില്ലേ. ഇനി നമുക്കിത് നമ്മുടെ കുറുകുറയുടെ രൂപത്തിൽ ഉരുട്ടിയെടുക്കാം. നമുക്കിനി ഇതിൽ ലേശം മാവെടുത്തിട്ട് ഒരു ഉരുളയാക്കി എടുക്കാം. ഇതാ, ഇനി നമുക്ക് കുറുകുറയുടെ രൂപത്തിലാക്കി എടുക്കാം. ഇതാ, ഇതേപോലെ നമുക്ക് എല്ലാതും ആക്കിയെടുക്കാം. കണ്ടില്ലേ, അങ്ങനെ എല്ലാതും കുറുകുറയുടെ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി കുറുകുറ പോലെ പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ കുറുകുറ ഇനി അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കാം. നല്ല തിളച്ച എണ്ണ കേട്ടോ.
ഇത് എടുക്കുമ്പോൾ കയ്യിൽ ഇങ്ങനെ നെക്കി പിടിക്കരുത്, ഒരു സോഫ്റ്റായിട്ട് വേണം എടുക്കാൻ. ലേശം അങ്ങോട്ട് വേഗട്ട്, എന്നിട്ട് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വീർത്ത് വരെയൊക്കെ ചെയ്യട്ടോ. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇളകിക്കണം, കണ്ടില്ലേ ഒന്നൊന്നായിട്ട് വിട്ട് വരുന്നത്. തീ ഒരു മീഡിയം ലെവലിൽ വെച്ചാൽ മതി കേട്ടോ. ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വരട്ടിട്ടോ. അപ്പോഴാണ് കറുമുറുന്നുണ്ടാവും തിന്നാൻ, നമ്മുടെ കുറുകുറു തിന്നായിരിക്കണത് പോലെ. അങ്ങനെ നമ്മുടെ കുറുകുറ ഒന്ന് മൊരിഞ്ഞ് കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. കണ്ടില്ലേ ചില കേൾക്കണത്. ഇനി നമുക്ക് രണ്ടാമത്തെ റിപ്പും കൂടി ഇട്ട് കൊടുക്കാം. പതുക്കെ പിടിക്കാവേ. അത് ഇതേപോലെ പൊരിഞ്ഞ് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എല്ലാതും ഇങ്ങനെ ആക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ അവസാനത്തെ കുറുകുറയായിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. അങ്ങനെ നമ്മൾ കറുമുറാന്നുള്ള കുറുകുറ് ശരി എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് കൊട്ടി കൊടുക്കാം. ഇനി നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ചാറ്റ് മസാല ഇട്ട് കൊടുക്കാം. ഇനി അതിൽ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് അതിലുണ്ടാവും, എന്നാലും നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. നമുക്കിതൊന്ന് മൂടിയിട്ട് കുലുക്കി എല്ലാതും മിക്സാക്കി എടുക്കാം. കയ്യിൽ കൊണ്ട് ഇളക്കിയ നമ്മൾ നല്ല മൊരിഞ്ഞതല്ലേ, അപ്പോൾ പൊട്ടിപ്പോവും. അതുകൊണ്ട് ഇങ്ങനെ ആക്കിയാൽ മതിയേ. അങ്ങനെ നമ്മുടെ കുറുകുറ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ വീട്ടിലുണ്ടാക്കിയ കുറുകുറ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുക പറഞ്ഞാൽ നമ്മൾ മാവ് കുഴച്ചിട്ട് ഈ കുറുകുറ പോലെ ഉരുട്ടിയെടുക്കാൻ മാത്രം ടൈം ഉണ്ടാവുള്ളൂ. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്തൊക്കെ കൊടുത്താൽ മതി ഉരുട്ടാൻ, അപ്പോൾ വേഗം ഉരുട്ടി കിട്ടും. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാണ്. ഒരു 10 രൂപ കൊടുത്തിട്ട് അവിടെ പോയി കുറുകുറ വാങ്ങുക, ഇവിടെ പോയി കുറുകുറ വാങ്ങുക, അതൊന്നും വേണ്ട. ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.